വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്ന് വീണതിനെ സംബന്ധിച്ചുള്ള ഉന്നതതല അന്വേഷണം വേണമെന്ന് റെയിൽവേ മന്ത്രിയോട് മിനിഞ്ഞാന്ന് തന്നെ ഫോണിൽ സംസാരിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, കാരണം ഒരു ദിവസം 70,000 പേർ വന്നു പോകുന്ന സ്റ്റേഷനാണ്. അങ്ങനെ വന്നു പോകുന്ന സ്റ്റേഷനിൽ അങ്ങനെ ആളപായം ഇല്ല എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു ഒരു പുണ്യമായി ഞാൻ കാണുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇതല്ല സിറ്റുവേഷൻ ഉണ്ടാവുക. ഒന്ന് NSG-2 കാറ്റഗറിയിൽപ്പെടുന്ന സ്റ്റേഷനാണ്. ഇവിടെ ഈ സംഭവിച്ച ക്ലോക്ക് ടവർ തകർന്ന് വീണ കാര്യങ്ങളെ കുറിച്ച് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തീരുമാനമെടുത്താണ് ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി. പക്ഷെ എന്തുകൊണ്ട് നടന്നില്ല? എന്താണ് ഉദാസീനത? അതിലൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ 27 ഓഗസ്റ്റിലാണ് ഈ റീഡെവലപ്മെന്റ് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി റെയിൽവേ ഏൽപ്പിക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കരാർ ഏറ്റെടുത്തുള്ള കമ്പനി റാങ്ക് എന്ന കമ്പനി നിരുത്തരവാദപരമായ സമീപനമാണ് കാണിക്കുന്നത്. അതിലൊരു കാര്യം, ഇവിടെ ഇതിൻ്റെ ചുറ്റും പൈലിംഗ് നടത്തിക്കൊണ്ടിരുന്നു. ഇത് തകർന്നു വീഴാൻ ഒരു കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും തകർന്നു വീഴാൻ കാത്തിരിക്കുന്ന ക്ലോക്ക് ടവറുകൾ അവിടെയുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും, ക്രാക്ക് വന്ന ഒന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പൈലിംഗ് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ ഇവർ ബാധ്യസ്ഥരാണ്. ഇവരൊന്നും ചെയ്തില്ല. അതിനേക്കാളും എനിക്ക് തോന്നുന്നത്, പല റിവ്യൂ മീറ്റിങ്ങുകളിൽ ഞാൻ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു. വളരെ മെല്ലെ പോക്കാണ് കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്.